ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലൻ മാഷ് അരവിന്ദിനോടും ഹേമയോടും കൂടി ചേർന്ന് പറയുകയാണ്, കല്യാണത്തിന് ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരാം, ഞാൻ തന്നെ താലി എടുത്തു തരികയും ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നീ ശ്രേയയും കൂട്ടി നമ്മുടെ ചമ്പക്കുളത്തെ വീട്ടിലേക്ക് മാറണം. നിന്റെ അമ്മയെയും കൂടി കൂട്ടിക്കോ, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അരവിന്ദ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് ശരി, നിങ്ങളുടെ ഐഡിയ കൊള്ളാം. നിങ്ങളുടെ ഈ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ശ്രേയ മേഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം ശ്രേയ മേഡവും കൂട്ടി ഞാൻ ഇവിടേക്ക് തന്നെ വരും. ഇവിടെ നിന്നും ഞാൻ എവിടേക്കും പോവില്ല. എന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ ശ്രേയ മേഡവും കൂട്ടി ഞാൻ ഇവിടേക്ക് വരും. ഇത് എൻ്റെ വീടാണ്. ഈ വിവാഹം കഴിഞ്ഞ് ഞാൻ ശ്രേയയും കൂട്ടി ഇവിടേക്ക് തന്നെയാണ് വരൂ. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, എന്തിനാണാവോ നീ ശ്രേയയും കൂട്ടി ഇവിടേക്ക് വരുന്നത്? ഈ വീട് അങ്ങ് രണ്ടായി ഭാഗിക്കാൻ വേണ്ടിയോ? ഈ വീട് രണ്ടായി മുറിക്കാൻ വേണ്ടിയോ? ഈ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ വേണ്ടിയോ? ഇപ്പം തന്നെ അമ്മയും മോനും കൂടി ഈ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയുന്നുണ്ട്. അതും പോരാഞ്ഞിട്ടാണോ ഇനി ശ്രേയയും കൂട്ടി ഇനി ഇവിടേക്ക് വരുന്നത്? എൻ്റെ അമ്മയ്ക്കും നന്നായിട്ടറിയാം ശ്രേയയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം ശ്രേയ ഇവിടേക്ക് വരുന്നത് അവളുടെ പക തീർക്കാൻ വേണ്ടിയാണെന്ന്. എന്നിട്ടും നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് നിങ്ങൾ സമ്മതിച്ച് അവളെ കഴുത്തിൽ നീ താലി കെട്ടാൻ പോകുന്നത്? അപ്പോൾ അരവിന്ദ് പറയണ, അതെന്താ മാഷെ എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിലിടുന്നത്? മാഷ് ചെയ്ത തെറ്റുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ബാലൻ പറയണേ, ഞാൻ എന്ത് പാപം ചെയ്തു എന്നാടാ നീ പറയുന്നത്? നീയും നിന്റെ അമ്മയും കൂടിയല്ലേ ഈ പാപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്? അയ്യോ മാഷെ, എന്തിനാണ് എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിൽ വെക്കുന്നത്? മാഷല്ലേ ഈ പാപങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ മാഷിന് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാം. ഈ നിൽക്കുന്ന ചാരു ഇല്ലേ, ഈ തുണിക്കച്ചവടക്കാരി, ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ മാഷ് നോക്കിയത്. അപ്പൊ ഞാൻ പിന്നെ കൃത്യസമയത്ത് കല്യാണ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ ശേഷം നിങ്ങൾ ചെയ്തു വെച്ചത് എന്താണ്? ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നോ? നിങ്ങളുടെ പുന്നാര അനിയത്തിയുടെ മോളോട് പറയണം, എൻ്റെ വൃത്തികെട്ട മകൻ കാരണം ഞാൻ നിന്നോട് ഒരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് ഞാൻ നിന്റെ വിവാഹം ഈ മണ്ഡപത്തിൽ തന്നെ വെച്ച് നടത്തിത്തരാം. അതും നിനക്ക് ചേർന്ന നിന്നെ പോലെയുള്ള ഒരാളെ കൊണ്ട് നിന്റെ വിവാഹം ഞാൻ നടത്തിത്തരാം എന്ന് പറഞ്ഞ് ആരെനെങ്കിലും കണ്ടുപിടിച്ച് ആ സമയത്ത് വിവാഹം ചെയ്തു കൊടുത്താൽ മതിയായിരുന്നല്ലോ. അത് നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ഈ നിൽക്കുന്ന ഈ രണ്ടാമത്തെ മകനെയല്ലേ നിങ്ങൾ ബലിയാടാക്കിയത്. അത് നിങ്ങൾ ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നോ നിങ്ങൾ അത് ചെയ്യാതിരുന്നത്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അനിയത്തിയുടെ മകൾ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നു കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് നിങ്ങൾ അങ്ങ് നടത്തിയെടുത്തു. അതിനെയാക്കിയത് ഈ നിൽക്കുന്ന ഈ മണ്ടനായ എൻ്റെ അനിയനെയാണ്. അവനെ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ അത് ഉപയോഗിച്ചു. അവനെ കൊണ്ട് ഇവളെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചു. അതും അവന് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, അവന് ഇവളെ കല്യാണം കഴിക്കുന്നത് സമ്മതമാണോ എന്നൊന്നും ചോദിക്കാതെ, ഇവനാണെങ്കിലോ അച്ഛനാണെന്ന് കരുതി എതിർക്കുകയോ ഒന്നും ചെയ്യാതെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്തു. ഇവന്റെ ഇഷ്ടങ്ങളെല്ലാം തന്നെ അവൻ മനസ്സിൽ ഒതുക്കി ഇവളുടെ കഴുത്തിൽ അങ്ങ് അച്ഛൻ പറഞ്ഞ വാക്ക് അനുസരിച്ചങ്ങ് താലി കെട്ടി. പക്ഷേ ഇവൻ അച്ഛനായതുകൊണ്ട് ഇവനെല്ലാം ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ശ്രേയ മാഡം അത് ഒരിക്കലും ക്ഷമിക്കില്ലല്ലോ. അവർ നിങ്ങളോടുള്ള പക തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. ഇനിയെല്ലാം നിങ്ങൾ തന്നെ അങ്ങ് അനുഭവിച്ചോ. നിങ്ങൾ വരുത്തി വെച്ച വിനയല്ലേ, അത് നിങ്ങൾ തന്നെയല്ലേ അനുഭവിക്കേണ്ടി വരിക. എന്നിട്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ എത്ര പേരുടെ ജീവിതമാണ് ബലിയാടാക്കിയത്. അപ്പോഴേക്ക് ബാലൻ മാഷ് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദ് ഓരോന്ന് പറഞ്ഞ് ബാലൻ മാഷിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന സമയത്ത് ചാരു പറയണേ, അരവിന്ദ് താങ്കൾക്ക് നാക്കിന് എല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയണ്ട. ബാലമാമ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളല്ലേ എല്ലാ തെറ്റും ചെയ്തത്. നിങ്ങളല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അത് അന്നേ തന്നെ തുറന്നു പറയണമായിരുന്നു. അല്ലാതെ കല്യാണ മണ്ഡപം വരെ എത്തിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ ശരിക്കും അരവിന്ദേട്ടൻ തന്നെയാണ്. അത് കേട്ടപ്പോൾ അരവിന്ദ് പറയണേ, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? അയ്യോ, നിന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങ് പേടിയാവുന്നു.
നിന്റെ വേലയായിരിക്കുമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ മാഷിനെ ഇളക്കി വിട്ടിട്ടുള്ളത്. അപ്പോൾ ആകാശ് പറയണേ, വേണ്ട, ചാരുവിനെ വെറുതെ പറയാൻ നിൽക്കണ്ട അരവിന്ദ്. എന്തെങ്കിലും പറയാനും ചോദിക്കാനും ഉണ്ടെങ്കിൽ അത് അച്ഛനോട് നീ നേരിട്ട് ചോദിച്ചോ, അല്ലാതെ എൻ്റെ ഭാര്യയോട് നീ വെറുതെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. അപ്പോൾ അരവിന്ദ് പറയണ, അതിന് ഞാനല്ലല്ലോ നിന്റെ ഭാര്യയോട് ആദ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നത്, എൻ്റെ മേരക്ക് അവളല്ലേ ആദ്യം വന്നത്. തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇപ്പോൾ ഞാനും നീയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഇവളല്ലേ. ഇപ്പോൾ ആകാശ് പറയണേ, നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ചാരു ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അരവിന്ദ് പറയണേ, എൻ്റെ നല്ലതും എൻ്റെ ചീത്തതും അത് എനിക്കറിയാം, മറ്റുള്ളവരുടെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ആകാശ് പറയണേ, പിന്നെ നീ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ ഞങ്ങളൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ അരവിന്ദും ആകാശും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ചാരു പറയണേ, അക്കുചേട്ടാ ഒന്നും മിണ്ടാതിരിക്കും, ബാലമാമ അരവിന്ദേട്ടനോട് സംസാരിക്കല്ലേ, അവർ തമ്മിൽ സംസാരിച്ചിട്ട് നല്ലൊരു തീരുമാനം അവർ തന്നെ എടുത്തോളും. അപ്പോൾ അരവിന്ദ് പറയണേ, എന്ത് നല്ല തീരുമാനം? ഇനി എന്ത് നല്ല തീരുമാനം എടുക്കാനാണ്? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ ഈ വീട് വിട്ട് ഒരു കാരണവശാലും പോവില്ല. അല്ലേ അമ്മേ? അപ്പോൾ ഹേമ, അതെ, ഞങ്ങൾ പോവില്ല. അപ്പോൾ അരവിന്ദ് പറയണേ, ഞാൻ എൻ്റെ തീരുമാനം ഒന്നുകൂടി പറയാം. ഞാൻ ശ്രേയ മേഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ബാലൻ പറയണേ, ഇതാണോ നിൻ്റെ ലാസ്റ്റ് തീരുമാനം? അതെ, ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. നിന്റെ ഭാര്യയും സന്തോഷമായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിച്ചോ. ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. അത് കേട്ടപ്പോൾ അരവിന്ദന് ഒരുപാട് സന്തോഷമാണ്. അതിനെന്താ, ബാലൻ മാഷും ഇവിടെയുള്ളവരും എല്ലാവരും അങ്ങ് പൊയ്ക്കോ, ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോളാം, അതിന് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ ഇനി തിരിച്ചിവിടേക്ക് വരാതിരുന്നാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടപ്പോൾ ഹേമ പറയണേ, ഡാ അരവിന്ദ്, നീ ഒന്ന് അകത്തേക്ക് വന്നേ. എന്താ അമ്മേ, നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ സംസാരിച്ചാൽ മതി, നിന്നോടാണ് പറഞ്ഞത്, നീ റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഹേമ അരവിന്ദിനെയും കൂട്ടി റൂമിലേക്ക് പോവാണ്. എന്തിനാ അമ്മ ഇപ്പോൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവിടെ ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോഴാണ് അമ്മ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന് നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞത് വേറെ ഒന്നുമല്ലല്ലോ, ചമ്പക്കുളത്തെ വീട്ടിലേക്ക് താമസം മാറാനല്ലേ. അത് നല്ല കാര്യമല്ലേ, അതിനെന്തിനാടാ നീ എതിർക്കുന്നത്? നിനക്കങ്ങ് സമ്മതിച്ചാൽ പോരെ. അത് ശരി, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നാവുകയാണോ? അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അമ്മ എന്നോട് മിണ്ടാനൊന്നും വരണ്ട. എനിക്ക് അമ്മയോട് സംസാരിക്കാനും താല്പര്യമില്ല. ഭാര്യയും ഭർത്താവും ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ മകനെക്കുറിച്ച് അമ്മ കൂടുതൽ ചിന്തിക്കേണ്ട. ഞാൻ എന്തായാലും ഈ വീട് വിട്ട് പോകാൻ പോകുന്നില്ല. ഏടാ മണ്ട, ഞാൻ പറയുന്നത് നീ മുഴുവനായിട്ടൊന്ന് കേൾക്ക്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? നീ ആദ്യം നിന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് നീ ശ്രദ്ധിച്ചോ. എന്താണ്? എന്നോട് ഈ വീട് വിട്ട് പോകണമെന്നല്ല, അതല്ലടാ, അതിൻ്റെ മുന്നേ എന്താ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? നിന്റെ ഈ വിവാഹത്തിന് അയാൾ മുന്നിൽ നിന്ന് നടത്തി തരില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? എൻ്റെയും ശ്രേയയുടെയും വിവാഹം മുന്നിൽ നിന്ന് നടത്തി തരാം, താലി എടുത്ത് തരാം എന്നല്ലേ പറഞ്ഞത്. അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. മെരിങ്ങാത്ത പശുവിനെ നമ്മൾ മെരുക്കിയെടുത്തില്ലേ? ഇത് മതി, നമുക്ക് കിട്ടേണ്ടതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ കല്യാണം അയാളെ കൊണ്ട് തന്നെ മുന്നിൽ നിന്ന് നടത്തിക്കണം, അതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇനി അയാളോട് പോയി പറയണം, ഞാൻ ഈ വീട് വിട്ട് ശ്രേയയും കൂട്ടി പോയിക്കോളാം എന്ന് പറയണം. പക്ഷേ കല്യാണം കഴിഞ്ഞ് നീയും ശ്രേയയും ഇവിടേക്ക് തന്നെ വന്നു കയറും. അപ്പോൾ അയാൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തില്ലേ? ശ്രേയ മേഡത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നോട് പറയും, നീ കല്യാണത്തിൻ്റെ മുന്നേ പറഞ്ഞ വാക്കും ഇപ്പോൾ നീ പറയുന്ന വാക്കും രണ്ടല്ലടാ എന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തില്ലേ? അതൊക്കെ ഞാൻ ഏറ്റടാ. അപ്പോൾ അങ്ങനെ നിൻ്റെ അച്ഛൻ ചോദിച്ചാൽ അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ ആവശ്യം ഈ കല്യാണം അയാൾ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരണം, അതല്ലേ? അതിനുള്ള ഒരു വഴി ഇപ്പോൾ തൽക്കാലം അയാൾ ഈ വീട് വിട്ട് ശ്രേയയും നീയും ഇവിടെ നിന്നും പോകണമെന്നല്ലേ പറഞ്ഞത്? അത് നീ അങ്ങ് സമ്മതിച്ചോ? ചമ്പക്കുളത്തെ വീട്ടിലേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞേക്ക്. എന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് അയാൾക്ക് കാണിച്ചു കൊടുക്കാം. നീ ഇപ്പോൾ എൻ്റെ പൊന്നിൻ്റെ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിന് നീ ഇപ്പോൾ ഇങ്ങനെ ഒരു കള്ളം അയാളുടെ മുന്നിൽ പറയണം, എന്നിട്ട് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതാണ് നീ ചെയ്യേണ്ടത്. അത് കേട്ടപ്പോൾ അമ്മയുടെ ആ ഒരു ഐഡിയ അത് കൊള്ളാം എന്ന്
അരവിന്ദ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. അമ്മയ്ക്ക് നല്ല ബുദ്ധിയാണ്. എന്നാൽ ഇപ്പം തന്നെ അങ്ങേരോട് പോയി ഇക്കാര്യം പറഞ്ഞാലോ? വരട്ടെ, നീ പോവാൻ വരട്ടെ. ആദ്യം നമുക്ക് നമ്മുടെ ശ്രേയ മേഡത്തിനോട് വിളിച്ച് ചോദിക്കാം. എൻ്റെ പൊന്നിനോട് വിളിച്ച് ചോദിച്ചിട്ട് മതി അങ്ങേരോട് പോയി പറയല്. ഈ സമയം ശ്രേയയുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പന്തൽ കെട്ടുന്ന ആ ഒരു തിരക്കിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ശ്രേയയുടെ അമ്മ ശ്രേയയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്താ ഇങ്ങനെ ഒരു ഉത്സാഹവും ഇല്ലാതെ ഇരിക്കുന്നത്? ഞാനെന്തിനാ അമ്മയെ ഉത്സാഹപ്പെടുന്നത്? നീ എന്താ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത്? എനിക്ക് ഒരു ടെൻഷനുമില്ല അമ്മേ. എനിക്ക് മറ്റുള്ളവർക്ക് ടെൻഷൻ കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഒരു ടെൻഷനും അനുഭവിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട് മോളെ. നിൻ്റെ വിവാഹത്തിന് അങ്ങേര് അതിന് സമ്മതിക്കുമോ? ആ ബാലൻ മാഷ് വരുമോ? നിൻ്റെ കഴുത്തിൽ താലികെട്ട് ചടങ്ങ് നടക്കുന്നത് കാണാനൊക്കെ അയാൾ വരുമോ? അതൊക്കെ വരും അമ്മേ. ഞാൻ അതിനുള്ള വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങേര് തന്നെ വരും. എന്നിട്ട് അങ്ങേര് തന്നെ താലി എടുത്ത് തരികയും ചെയ്യും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ അവർക്ക് ഇത്രയും ടെൻഷൻ കൊടുത്തിട്ടും അവരെന്താ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരെ ഇങ്ങനെ എരിപിരി കയറ്റി വിടുന്നത് തന്നെ ആ ചാരുവാണ്. ചാരു അങ്ങനെ മിണ്ടാതിരിക്കണമെങ്കിൽ അവൾ എന്തോ വലിയൊരു പ്ലാൻ തന്നെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് അമ്മേ ആലോചിക്കുന്നത്. ഈ സമയം ഹേമ ശ്രേയയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ ആൻറ്റി ഫോൺ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്നോടൊരു സന്തോഷ വാർത്ത പറയാനാണ്. നീ ആഗ്രഹിച്ചതുപോലെ മാഷ് തന്നെ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തി തരാമെന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രേയക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എന്നല്ലേ പറയേണ്ടത്? അതേ മോളെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മാഷ് കല്യാണം മുന്നിൽ നിന്ന് നടത്തി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയണമെങ്കിൽ മാഷ് എന്തെങ്കിലും ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടാകുമല്ലോ. അത് കേട്ടപ്പോൾ ഹേമ ഇവളാൾ ബുദ്ധിയുള്ളവളാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് എന്താണാവോ മാഷ് പറഞ്ഞ ഡിമാൻഡ്? അതും ഒന്നുമില്ല മോളെ, അതൊരു നിസ്സാര കാര്യമാണ്. ചമ്പക്കുളത്തെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ നീയും വീണ്ടും താമസം മാറണം എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. ശ്രേയ ചോദിക്കുകയാണേ, എന്നിട്ട് നിങ്ങൾ എന്താണ് മറുപടി കൊടുത്തത്? അതല്ലേ ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങൾ അതിന് സമ്മതിച്ചു. അത് കേട്ട ഉടനെ ശ്രേയ പറയണേ, എങ്കിൽ ഈ കല്യാണം ഇവിടെ വെച്ച് നിർത്തിയേക്ക് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കുകയാണ്. അതോടുകൂടി ഹേമ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അയ്യോ മോളെന്താ കട്ടാക്കിയത് എന്ന് അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ്, എന്താ അമ്മ ലൈൻ കട്ടായതാണോ? അല്ല, ഈ കല്യാണം നിർത്തിയേക്ക് എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ടേക്കുക. അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വിശദമാക്കി കൊടുക്കായിരുന്നില്ലേ? ഇപ്പോൾ ശ്രേയ മേഡം അത് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഫോൺ കട്ടാക്കിയത്. അമ്മ തിരിച്ചൊന്നുകൂടി വിളിച്ചു നോക്ക്. അങ്ങനെ ഹേമ വീണ്ടും ശ്രേയയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശ്രേയ ദേഷ്യത്തിൽ ഫോൺ വീണ്ടും കട്ടാക്കാൻ കേട്ടോ. അതോടുകൂടി ഹേമയ്ക്കും അരവിന്ദിനും അങ്ങ് പേടിയാവണം. അയ്യോ, ഈ ലാസ്റ്റ് സമയത്ത് വെച്ച് കല്യാണം വേണ്ടാന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാവും? അമ്മ എന്താ കാര്യം പറയാതെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പോൾ ശ്രേയ മേഡത്തിന് ദേഷ്യം പിടിച്ച് ഫോൺ കട്ടാക്കിയത്? അതുകൊണ്ടല്ലേ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ? അപ്പോൾ ശ്രേയയുടെ അമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അവരോട് ഹേമയോട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അതോ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് ചാരു വെറുതെ ഇരിക്കില്ല എന്ന്? അവൾ കളി തുടങ്ങി. അതിനു വേണ്ടി ആ ഹേമയോട് ചോദിച്ചത് എന്താണെന്നോ, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാനും അരവിന്ദും വേറെ പോയി താമസിക്കണമെന്ന്. അതെങ്ങനെ ശരിയാവും? ഞാൻ ആ ബാലമാഷിൻ്റെ വീട്ടിലേക്ക് കയറുന്നത് തന്നെ അവരോടൊക്കെ പക ചോദിക്കാനും പക തീർക്കാനും ആ വീട് രണ്ടാക്കി പിളർത്താനും വേണ്ടിയാണ്. എന്നിട്ട് ഞാനും അരവിന്ദും അങ്ങ് മാറി താമസിച്ചാൽ എങ്ങനെ ശരിയാവും? ഹേമയുടെ വിചാരം ഞാൻ അരവിന്ദുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്നാണ് വിവരമില്ലാത്ത ഹേമയും മകനും കരുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. പക്ഷേ ഞാൻ അവരോട് ചെറുതായി സൂചിപ്പിച്ചതാണ്, ഞാൻ ചാരുവിനോട് പക തീർക്കാൻ വേണ്ടിയാണ് ഈ കല്യാണത്തിന് തന്നെ സമ്മതിക്കുന്നു എന്ന്. എന്നിട്ടിപ്പോൾ അതൊക്കെ മറന്ന് ഇങ്ങനെ ഒരു തീരുമാനം സന്തോഷത്തിൽ പറയാൻ വന്നിരിക്കുന്നു. അപ്പോൾ നീ ഇനി കല്യാണം വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവരതിന് വിട്ടുകളയുമെന്നാണോ അമ്മ കരുതുന്നത്? അവർ ഇനിയും എനിക്ക് തുടരെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഫോൺ എടുക്കില്ല. ഇനി കണ്ടോ അമ്മ, അരവിന്ദിനെയും കൂട്ടി ഹേമ ഇവിടേക്ക് തീ പിടിച്ചതുപോലെ പാഞ്ഞു വരുന്നത്. ഈ സമയം ചാരുവിനോട് ആകാശ് ചോദിക്കുകയാണ്, അല്ല അമ്മയും മോനും കുറേ നേരമായല്ലോ റൂമിലേക്ക് പോയിട്ട്, എന്താ അവർ പുറത്തു വരുന്നില്ലല്ലോ? എന്തോ വലിയൊരു ഗൂഢാലോചന തന്നെയാണ് അവർ രണ്ടുപേരും കൂടി നടത്തുന്നത്. അപ്പോൾ അനു ചോദിക്കുകയാണ് രമേശിനോട്, അല്ല അളിയനോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ കല്യാണത്തിന് ഏതായാലും അച്ഛനും ഞങ്ങൾ ആരും തന്നെ പങ്കെടുക്കില്ല. പക്ഷേ രമേശ് ഏട്ടൻ ഈ കല്യാണത്തിന് പങ്കെടുക്കുമോ? കാരണം ശ്രേയ സ്ഥാനാർത്ഥി പട്ടം തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അതിനുള്ള സീറ്റ് തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്ഛനോടൊപ്പമാണോ നിൽക്കുക അതോ ശ്രേയയോടൊപ്പമാണോ നിൽക്കുക? അത് കേട്ടതോടുകൂടി രമേശ് പറയണേ, എന്താ ഈ സമയത്ത് തന്നെ അനു നിനക്ക് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണോ? ഇതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. റൂമിലേക്ക്
വീട്ടിലേക്ക് പോയ അമ്മായിയെയും അരവിന്ദിനെയും കാണാനില്ല. അതല്ലേ ഇപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, അത് ശരിയാണ്, അനു ചോദിച്ചതിനുള്ള മറുപടിയാണല്ലോ രമേശ നീ പറയേണ്ടത്. അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പച്ചിയുടെയും അരവിന്ദിന്റെയും മറുപടിയല്ലേ ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. അതിനൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാം. അപ്പോഴത്തേക്കും ഹേമയും അരവിന്ദും റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ നേരെ പെട്ടെന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ, അല്ല, എവിടേക്കാണ് അപ്പച്ചി പോകുന്നത്? ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങളുടെ മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഹേമ, എനിക്കറിയാം പറയാൻ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് രമേശിനോട് ദേഷ്യപ്പെട്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതെ അരവിന്ദും ഹേമയും ശ്രേയയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരുടെ ആ പോക്ക് കാണുമ്പോൾ ബാലനും ഗോവിന്ദനൊക്കെ സംശയം വരികയാണ്. ഇവരിപ്പോൾ എന്താ വാലിന് തീ പിടിച്ചതുപോലെ ഓടിപ്പോകുന്നത്? അപ്പോൾ ബാലൻ പറയണേ, ആ പോക്ക് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ, മരുമകളാവാൻ പോകുന്നവൾ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ തീ പിടിച്ചതുപോലെ പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയി മരുമകൾ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ വന്ന് അതിനുള്ള മറുപടി നമുക്ക് തിരിച്ചു തരും. ഇപ്പോൾ എന്തോ പ്രധാനപ്പെട്ട കാര്യം മരുമകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു മരുമകളുടെ അടിമയാകുന്ന ഒരു അമ്മായിയമ്മയെ ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ തലയിലെഴുത്താണ്. ഹേമയെക്കുറിച്ച് ബാലൻ പറയാൻ കേട്ടോ. അങ്ങനെ അരവിന്ദും ഹേമയും കൂടി നല്ല പേടിയോട് കൂടിയാണ് ശ്രേയയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ശ്രേയ ഈ വിവാഹം ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതോടുകൂടി രണ്ടുപേരും പേടിയോട് കൂടിയാണ് ശ്രേയയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.